നമസ്കാരം. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോട്ടൂർ പഞ്ചായത്തിൽ വാഗയാടാണ് എൻ്റെ വീട്. എൻ്റെ പേര് ശാലുമണി. ഞാൻ ഈ ബയോട്ടോറിയത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മാസം മുമ്പ് അമ്മയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി ഇത് വാങ്ങിയതായിരുന്നു. അമ്മയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമ്മയ്ക്ക് 44 വർഷമായിട്ട് രക്തവാതത്തിൻ്റെ അസുഖമായിരുന്നു. കാണിക്കാത്ത ഹോസ്പിറ്റലില്ല, ചികിത്സയില്ല. ആയുർവേദം, അതുപോലെ ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ എന്ന് തുടങ്ങിയ ഒരു ഒട്ടനവധി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെയാണ് ലാസ്റ്റ് കുറേ കോളേജിലൊക്കെ പോയി മാസം ഒരു 1500 രൂപ തന്നെ വേണം മരുന്നിനെല്ലാം. അപ്പോൾ അതിനുശേഷമാണ് ഈ ബയോട്ടറിയത്തിൻ്റെ ഇത് കേട്ടത്. ഇത് എൻ്റെ ചെറിയമ്മയാണ് സജഷൻ ചെയ്തത്. ഷംന മേഡവും അനിത മേഡവും അവരൊക്കെയാണ് ഇതിവിടെ കൊണ്ടെത്തുന്നത്. അപ്പോൾ ആദ്യം അവർക്ക് തന്നെ ഒരു നന്ദി പറയുകയാണ്. അതുപോലെ ഡോക്ടർ സാഗർ ജോഷി സാറിനും വലിയൊരു നന്ദി പറയുക. ഈ നല്ലൊരു മഹത്തായ പ്രൊഡക്റ്റ് ഈ കൈകളിൽ എത്തിച്ചതുകൊണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 7 മാസമായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു മരുന്ന് പോലും കുടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഡൈബോൺ 50 എന്ന മരുന്നായിരുന്നു വേദനയ്ക്ക് അമ്മ ദിവസവും കുടിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഗ്യാസിൻ്റെ ഒരു മരുന്ന് കുടിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കുടിക്കുക, ഈ ഡൈബോൺ 50. അത് നിരന്തരം തുടർന്നുകൊണ്ടിരുന്ന ഒരു മരുന്നായിരുന്നു. അതൊന്നും മാത്രമല്ല, ഇപ്പോൾ സാധാരണ കുടിക്കുന്ന കാൽസ്യത്തിൻ്റെ മരുന്ന് പോലും ഒരു മരുന്ന് പോലും ഇപ്പോൾ കഴിക്കുന്നില്ല എന്നുള്ള സത്യം. അമ്മ ഇതിൻ്റെ വെള്ളം കറക്റ്റായിട്ട് കുടിക്കും. അതേപോലെ ഈ ബ്രേസ്ലെറ്റ് കൈക്ക് കെട്ടും, ഈ ബെഡ് കിടക്കും. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കണ്ടിന്യൂ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു. അതുപോലെ തന്നെ വൈഫിൻ്റെ ഇത് പറയുകയാണെങ്കിൽ വൈഫ് നല്ല മാറ്റമുണ്ട്. വൈഫിന് ബാലൻസ് കുറവ് എല്ലായിരുന്നു. ഇപ്പോൾ നല്ല ബാലൻസ് എല്ലാം കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അച്ഛൻ ഉപയോഗിക്കുന്നുണ്ട്, അമ്മ ഉപയോഗിക്കുന്നുണ്ട്, വൈഫ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ചേട്ടൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വീട്ടിൽ ഞാൻ ടോട്ടൽ ഇപ്പോൾ 6 ആൾക്ക് വാങ്ങി 6 ആളുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മസ്കറ്റിലേക്ക് കൊണ്ടുപോയതാണിത്. എനിക്ക് 42 വർഷമായിട്ട്, ഞാൻ ജനിച്ചതിൽ തന്നെ എനിക്ക് തൈറോയ്ഡായിരുന്നു. തൈറോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുടിയുടെ തൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ജനനത്തിലെ മുടിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തലയിലെ മേലോടെ ഈ ഒരു ബോട്ടിൽ വെള്ളം കുളിക്കാൻ നേരത്ത് 3 ടൈമായിട്ട് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നത്. 3 ടൈമായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞ് തോർത്തുകയായിരുന്നു ചെയ്യാറ്. അപ്പോൾ എൻ്റെ കാലിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, കാലിന് വെരിക്കോസ് ആയിരുന്നു. ഇത് 2 മാസം കഴിക്കുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ വെള്ളം കുടിച്ച് കൈക്ക് കെട്ടി ഈ ബെഡ് കിടന്ന് 2 മാസം കഴിക്കുമ്പോഴേക്ക് തന്നെ 2 കാലിൻ്റെ വെരിക്കോസ് പൂർണ്ണമായിട്ട് പോയി. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഞാൻ മസ്കറ്റിൽ ആണ് ജോലി ചെയ്യുന്നത്. ഗൾഫിലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ്. അവിടേക്ക് പോകുമ്പം ഈ ഒരു മെഡിസിൻ, സാധാരണ ഞാൻ ഖത്തറിലേക്ക് പോകുന്ന സമയത്ത്, അതായത് വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഈ മെഡിസിന് വാങ്ങിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഈ മെഡിസിൻ ഇനിയിപ്പോൾ അധികം വാങ്ങുന്നില്ല. 2 മാസത്തേക്ക് കണക്കാക്കി വാങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഈ മരുന്ന്, ഈ ബയോട്ടോറിയത്തിൻ്റെ ഇത് മാത്രം ഉപയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് തലച്ചോറിൽ രക്തം കട്ട എന്ന ബ്ലോക്കിൻ്റെ അസുഖമായിരുന്നു. അച്ഛനിപ്പം ഇത് ഉപയോഗിച്ച ശേഷം നല്ല മാറ്റമുണ്ട്. നന്നായിട്ട് അച്ഛന് തലകെട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് കെട്ടിയിട്ടാണ് അച്ഛൻ പുറത്തൊക്കെ പോവുക, നടക്കുകയും ചെയ്യുക, വെള്ളം കുടിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങാനും ഒന്നും പറ്റില്ലാണ്. ഇവിടെ ബേക്കിലായിട്ട് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ഓപ്പറേഷൻ ചെയ്തിട്ട് ബോളൊക്കെ മാറ്റി വെച്ചായിരുന്നു. വീണതിനും തുടങ്ങി. ഇനി അമ്മ സംസാരിക്കും കുറച്ച്. നമസ്കാരം. ഞാൻ വീണിട്ട് എൻ്റെ കാലിൻ്റെ ബോള് പൊട്ടുകയും ചെയ്തിന്. രക്തവാതത്തിൻ്റെ ഒക്കെ കൂട്ടത്തിൽ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് സ്റ്റെപ്പ് കയറരുത്, ഇറങ്ങരുത്, കുനിയരുത്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാലേ എനിക്കിപ്പോൾ സ്റ്റെപ്പ് കയറാം, നിലത്തുനിന്ന് സാധനമൊക്കെ എടുക്കുക, അങ്ങനെയെല്ലാം ചെയ്യുക. പിന്നെ നട്ടലിന് തേയ്മാനം ഉണ്ടായിരുന്നു. ഇതെല്ലാം അപ്പം അതിൻ്റെ ഗുളിയൊന്നും കഴിക്കുന്നില്ല. അമ്മ ഒന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കയറിയിട്ട് കാണിച്ചു കൊടുക്കും. ഒന്ന് ജസ്റ്റ് അമ്മയുടെ മാറ്റോ കാര്യങ്ങളോ അവർ അറിയാൻ വേണ്ടി. അപ്പോൾ ആദ്യം അമ്മയ്ക്ക് ഇതുപോലെയൊന്നും കയറാൻ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ അതിനൊക്കെ കഴിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അമ്മ പെൻഷൻ്റെ ഇത് ശരിയാക്കാൻ വേണ്ടി അമ്മ തന്നെ ചേട്ടൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് പോവുകയാണ് ചെയ്തത്. ബസ് കയറി. സാധാരണ കോളേജിലൊക്കെ ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞാൽ ടാക്സിയിൽ വിളിച്ചിട്ടാണ് പോകല്, ഓട്ടോയിൽ പോലും പോകാറില്ല. കാരണം ഇത് ഓട്ടോയിൽ നിന്ന്
കുലുങ്ങിക്കഴിഞ്ഞാൽ പ്രോബ്ലം ആവുന്നതിന് മേനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ബസ്സിലായിരുന്നു അമ്മേനെ ടാക്സിയിലായിരുന്നു കൊണ്ടുപോകല്. ഇപ്പോൾ 2.5 ആഴ്ചയായിട്ട് അമ്മ ബസ്സിൽ പോയിട്ട് വന്നു എന്നുള്ളതാണ് അതിശയം. എന്തായാലും ഈ മുറ്റത്ത് നിന്നാ വണ്ടി കയറി അത് മാത്രം വന്നിട്ട് ഇറങ്ങി. എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഒരു ബയോട്ടോറിയം കിട്ടിയതുകൊണ്ട്. ഇനിയും എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ. അതോടെ ഇത് ഉപയോഗിക്കുന്ന ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. അച്ഛനായാലും ആരായാലും എല്ലാവരും ഞങ്ങളെല്ലാം ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷമാണ്. ഇത് ജനങ്ങളെ ഏറ്റെടുക്കട്ടെ. അതുപോലെ തന്നെ ഈ ബയോട്ടോറിയം എന്ന പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ച ഷംന മേഡത്തിനും അനിത മേഡത്തിനും അതുപോലെ ജയശ്രീ ചെറിയമ്മയ്ക്കും പിന്നെ ഈ ഡോക്ടർ സാഗർ ജോഷി സാറിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ബീന മേഡത്തിനും എല്ലാവർക്കും നിങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. ജയ് ബയോട്ടോറിയം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.